ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. രാധിക ശരത് കുമാറിനെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഈ റിപ്പോർട്ട് സത്യസന്ധവുമല്ല, പൂർണ്ണവുമല്ല. സിനിമയ്ക്കുള്ളിൽ എല്ലാവർക്കും ലൈംഗികപരമായ ചൂഷണം നേരിടേണ്ടി വന്നിട്ടില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ അംഗമല്ല. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ എങ്ങനെയാണ് ഒരു സംഘടന നൽകുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ട് പോലുമില്ല. സ്റ്റുഡിയോയിൽ വെച്ച് എന്നോട് അത്തരത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സിനിമ വേണ്ടടോ എന്നാണ് നിന്റെ അഡ്വാൻസ് എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഒരു WCC എന്നെ അംഗീകരിച്ചില്ല എന്നുള്ളത് എനിക്ക് വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്നെ അവർ മാറ്റി നിർത്തി. സോ വാട്ട്? വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. വിശേഷണങ്ങളുടെ ഒരു കള്ളികളിലും ഞാൻ ഈ കലാകാരിയെ തളച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമാണ് ആ കലാകാരിയുടെ സ്ഥാനം. ഭാഗ്യലക്ഷ്മി ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ വിശേഷണങ്ങളിൽ തളച്ചിടില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ്. പക്ഷേ നടിയാണ്, നല്ലൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അതിനപ്പുറം ഒരു ഫെമിനിസ്റ്റ് എന്നൊക്കെ ചില ലേബലുകൾ ചാർത്തി തരുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അതിനൊക്കെ അപ്പുറം ഒരു നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാനും തെറ്റുകൾക്കെതിരെ പോരാടാനും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു ധൈര്യമുണ്ട്. അതാണ് ഭാഗ്യലക്ഷ്മിയെ എല്ലാ കലാകാരികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ കലാകാരിക്കാണ് ഞങ്ങളുടെ സാധ്യത സല്യൂട്ട്. താങ്ക് യു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് തുടങ്ങാൻ ഏറ്റവും ഉചിതം ഇന്നലെ രാധിക ശരത് കുമാർ പറഞ്ഞ ചില ഗുരുതരമായ ആരോപണങ്ങളിലാണ്. ഒരുപക്ഷേ മറ്റ് ഇതുവരെ ഉണ്ടായ ആരോപണങ്ങളെക്കാട്ടിയൊക്കെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഏറ്റവും സ്വകാര്യമായി ഉപയോഗിക്കുന്നൊരിടമാണ് കാരവൻ. അതിനകത്ത് ക്യാമറ ഉപയോഗിക്കുന്നു, സ്ത്രീകളുടെ പടങ്ങൾ ഉപയോഗിക്കുന്നു, ഓരോ പെൺകുട്ടികളുടെയും പേരിലൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു, അത് നടന്മാരിരുന്ന് കാണും. ഈ ആരോപണങ്ങൾ ചേച്ചി എങ്ങനെയാണ് നോക്കുക? സത്യത്തിൽ എനിക്ക് ഈ രാധിക ശരത് കുമാർ പറഞ്ഞ ഒരു ആരോപണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ജോലി ചെയ്യുന്ന എപ്പോഴും ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ സ്പേസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെയൊക്കെ ഒരു അറിവ്, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് 2008 തോന്നുന്നു ഞാൻ മുത്തശ്ശി കഥ ഞാൻ ചെയ്യുന്നത്. 2016 ആ സമയം 2016 മുത്തശ്ശി കഥ ചെയ്യുന്നത്. ആ സമയത്ത് പോലും ഞങ്ങൾക്കൊന്നും ക്യാരവാനൊന്നും തന്നിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴും പ്രൊഡ്യൂസർ പറഞ്ഞു, ചേച്ചി ബഡ്ജറ്റില്ല ചേച്ചി. ഓക്കെ. അപ്പോൾ ഒരു വയലിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ ഡ്രസ് ചേഞ്ച് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് എവിടെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യും? ചേച്ചി അവിടെ ഒരു ഓല വീടുണ്ട്, ചേച്ചി അവിടെ പോയി മാറും. അപ്പോൾ അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അയ്യോ അതിനെന്താ മാഡം മാറിക്കോളൂ. പക്ഷെ നമ്മൾ ആദ്യം നോക്കുന്നത് എവിടെയെങ്കിലും മൊബൈൽ എന്തെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ക്യാമറയുണ്ടോ നോക്കി. അത്രയും ഭയത്തോടു കൂടിയാണ് നമ്മൾ ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് കാരവാൻ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നത്. പക്ഷേ നമ്മൾ അറിയുന്ന ഒരു കാരവാൻ സംസ്കാരം എന്ന് പറയുന്നത് കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഏറ്റവും അധികം ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു തലമുറ ഇവിടെ വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. അത് കുറച്ച് നാളുകളായിട്ട് സിനിമയ്ക്കുള്ളിൽ തന്നെ പലരും അത് പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് ഒരാളെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നടപടികളിലേക്ക് പോകാത്തത്. അതാണ് ഏറ്റവും അധികം ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ കാരവൻ എന്ന് പറയുന്ന സംസ്കാരം വന്നപ്പോൾ തന്നെ സിനിമയ്ക്കുള്ളിൽ ഈ പ്രശ്നമാണത്. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത് അവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരിടം തന്നെയാണ്. കാരണം ചില കാരവൻ 2 സ്ത്രീകൾക്ക് ഒന്നിച്ചു കൊടുക്കും, ചിലത് അപ്പുറത്ത് നായകനോ അല്ലെങ്കിൽ മെയിൽ ഇപ്പുറത്ത് ഫീമെയിൽ അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം ഇതാരാണ് അതിനകത്ത് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണല്ലോ. നടന്മാരാണോ അതോ മറ്റു ഏതെങ്കിലും സാങ്കേതിക പ്രവർത്തകരാണോ എന്നതൊന്നും ഒരു വ്യക്തമായിട്ട് അവർ പറയുന്നില്ല. അവിടെയുള്ള കുറച്ചു പേർ കണ്ടു, അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇവർ അവരെ ഭീഷണിപ്പെടുത്തി ചെരുപ്പൂരി അടിക്കും എന്ന് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പോയി. ഇത് ഒരു വലിയ ക്രൈമാണ് നടന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ വലിയൊരു ക്രൈം നടന്നിട്ട് അവരത് ഭീഷണിപ്പെടുത്തി അവർ പോയി. അവർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട്, അവർ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാതെയായോ?
ഇത്രയും അവർ ഇത് ഏത് സിനിമ എവിടെ വെച്ച് ഒന്നും അവർ പറയുന്നില്ല. അതിനവർ പറഞ്ഞൊരു റീസൺ മലർന്നു കിടന്ന് തുപ്പണ്ട എന്നാണ്. ഇപ്പോഴും മലർന്നു കിടന്നാണ് തുപ്പുന്നത്. കാരണം ഇത് ഏത് സിനിമ, അപ്പം അവർ ഈ ഇടക്കാലത്ത് അഭിനയിച്ച സിനിമയെ കുറിച്ചൊക്കെ മറ്റേ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയായിരിക്കും, ഈ സിനിമയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തുക, ഒരു കുറ്റം മറച്ചു വെച്ചിട്ട് അവർ ഇനി മേലെ പോടக்கூടാത് എന്ന് പറഞ്ഞ ഉടനെ അവർ ഓക്കെ അമ്മ ചൊല്ലിയാച്ച് ഓടലെ എന്ന് പറയുമോ? അവരപ്പം തന്നെ വീണ്ടും അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. യഥാർത്ഥത്തിൽ അവരത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയല്ലേ. ഇപ്പം ഞാനിവിടെ നിരന്തരം ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല. അപ്പം എല്ലാവരും പറയുന്നത്, എൻ്റെ മക്കൾ ഉൾപ്പെടെ എന്നോട് പറയുന്നത്, അമ്മ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ആർജവം ഉണ്ടാവില്ല, കാരണം അവർക്ക് ഭയമായിരിക്കും. രാധിക ശരത് കുമാറിനെ ആരെയാണ് ഭയപ്പെടേണ്ടത്? അവർ ഫിനാൻഷ്യലി വളരെ ഇതായിട്ടുള്ളൊരു അല്ലേ, അവരൊരു വലിയൊരു എന്താ പറയുക, ചെന്നൈയിൽ അവരൊരു വലിയ സംഭവമാണ്, പ്രത്യേകിച്ച് സീരിയൽ ലോകത്ത്. അവരും അവരുടെ ഹസ്ബൻഡും രാഷ്ട്രീയപരമായി ഒരുപാട് സ്വാധീനമുള്ള ആളുകളാണ്. സംഘടനയിലും അവർ വളരെ ശക്തരാണ്. അവർ പോലും ഈ പേര് പറയുന്നില്ലെങ്കിൽ ഈ സാധാരണ സ്ത്രീകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ശക്തി കൊടുക്കുന്നത്? വലിയവർ മുമ്പോട്ട് വന്ന് പറയുമ്പോഴല്ലേ സാധാരണക്കാർ വിശ്വസിക്കുന്നത്, ഓ ഞാൻ മുമ്പോട്ട് വന്നാൽ എന്നോടൊപ്പം അവർ ഉണ്ടാകും. ഇത് വലിയവരെ മിണ്ടാതിരിക്കുന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു കുറ്റം മറച്ചു വയ്ക്കാൻ അവർ സഹായിച്ചു എന്നുള്ളതാണ്. എനിക്കതിൽ ശക്തമായ എതിർപ്പുണ്ട് അവരുടെ അഭിപ്രായത്തോട്. അവരെ വിളിക്കാനോ ഒരുപാട് സൗഹൃദങ്ങളുള്ള എനിക്ക് അവരെ പരിചയം ഞാൻ അവർക്ക് ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അവരെ ഒരു പരിചയമില്ല. ഒരാൾ ക്രൈം ചെയ്യുന്നതിന് തുല്യമാണ് ആ ക്രൈം. എപ്പോഴും അതെ. ഇപ്പോൾ ഒരു കൊലപാതകം ഒരാളെ കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് കാണാതെ പോകുക എന്ന് പറയുന്ന ഒരു കുറ്റമാണ്. ബലാത്സംഗം കണ്ടിട്ട് കാണാതെ പോവുക, ഇതും ഏകദേശം അതിന് തുല്യമായ ഒരു ക്രൈമാണ്. നിയമപ്രകാരം വരുമ്പോൾ ഇത് വലിയൊരു ക്രൈം അല്ലേ ഇത് സ്ത്രീകൾക്ക് നേരെ സംഭവിച്ചിരിക്കുന്നത്? എത്ര സ്ത്രീകളുടെ വീഡിയോസ് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം, ഇപ്പോഴും പോകുന്നുണ്ടായിരിക്കാം. ഏതായാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ വരട്ടെ. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വിവാദങ്ങൾ തന്നെ കുറഞ്ഞുകൂടെ, അതിൻ്റെ അന്വേഷണങ്ങളെന്ന് തന്നെ നമുക്ക് പറയാം. നല്ലത് സംഭവിക്കുന്നു. പക്ഷേ ഇപ്പോഴും സംഘടനകൾ, പ്രത്യേകിച്ച് അമ്മയും ഫെഫ്കയും പോലുള്ള സംഘടനകൾ ഇതിനെ കുറ്റപ്പെടുന്നൊരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി ഒരു യൂണിയൻ ആക്ടറിലായിരുന്നു, ഞങ്ങളെ കൂടി കേൾക്കാൻ അവർ തയ്യാറായില്ല. ഒരുപക്ഷെ മൊഴി കൊടുത്തവരുടെ ഒരു എണ്ണം പരിശോധിച്ചാൽ, അനുപാതം പരിശോധിച്ചാൽ കറക്റ്റാണ്. കൃത്യമായിട്ടും അത്തരം ആരോപണങ്ങളാണ് അവർ ചെയ്യുന്നത്. ആ ഒരു നിലപാടിനോട് ചേച്ചി യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ആകെ 62 സ്ത്രീകളെ അവിടെ പോയി മൊഴി കൊടുത്തിട്ടുള്ളൂ. ഇന്നലെ ഫെഫ്കയുടെ സ്ത്രീകളെ എല്ലാവരെയും അംഗങ്ങളായ സ്ത്രീകളെ മാത്രം വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. അവിടെ ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റി മുമ്പാകെ ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്? 4 പേരാണ് കൈപൊക്കിയത്, ഇൻക്ലൂഡിങ് ഞാൻ. ആളുകൾ വർക്ക് ചെയ്യുന്നൊരിടാണ്. അതിൽ ഏകദേശം ഹെയർ ഡ്രസ്സേഴ്സ് തന്നെ ഇന്നലെ അവിടെ പറയുന്നത് കേട്ട് 56 പേരുണ്ട്. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഏകദേശം 55ഓളം പേരുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട് 30-ഓളം പേര്. ഇത്രയും സ്ത്രീകൾ ഇവിടെ ഉണ്ടായിട്ടും ആകെ മൊത്തം ഇൻഡസ്ട്രിയിൽ നിന്ന് അത് ആരൊക്കെ പോയെന്നൊന്നും നമുക്ക് വ്യക്തമല്ല. ഇപ്പോൾ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നവരാരും തന്നെ ഹേമ കമ്മിറ്റി മുമ്പാകെ പോയവരാണോ എന്നതും വ്യക്തമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ജസ്റ്റിസ് ഹേമ എല്ലാ സംഘടനകളെയും ഔദ്യോഗികമായി അറിയിക്കുക എന്നൊരു കടമ അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ സ്ത്രീകളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഫെഫ്കാസ് ജനറൽ സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു ജസ്റ്റിസ് ഹേമ അല്ലെങ്കിൽ കമ്മിറ്റി. ഇന്നലെ മോഹൻലാൽ പറയുന്ന കേട്ടു, മോഹൻലാൽ പോയി മൊഴി കൊടുത്തു എന്ന് പറയുന്ന കേട്ടു. പിന്നെ മമ്മൂക്ക പോയി മൊഴി കൊടുത്തു. അങ്ങനെ വിനയൻ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യഥാർത്ഥത്തിൽ സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. പക്ഷേ സിനിമയിലെ ഭൂരിഭാഗം സ്ത്രീകളെയും ഇവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്ന സംഘടനയ്ക്കും ഫെഫ്ക എന്ന സംഘടനയ്ക്കും ഈവൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലും ഇവർ വിവരം അറിയിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം അവർ ഇന്ന ദിവസം നിങ്ങളെ വിളിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി മൊഴി കൊടുക്കണം എന്ന് സംഘടനയിൽ നിന്ന് അവർക്ക് നിർദ്ദേശം വരും. ഇതങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഈ റിപ്പോർട്ട് സത്യസന്ധവുമല്ല, പൂർണ്ണവുമല്ല. മറ്റൊന്ന്, അവിടെ പോയവർ
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു കുറ്റമാണ്. ആ കുറ്റം എന്തിനാണ് ഹേമ കമ്മിറ്റി മൂടി വെച്ചത്? അവരൊരു റിട്ടയർഡ് ജസ്റ്റിസാണ്. അവർക്കറിയാം ഇത് ഇന്ന വകുപ്പിൽ വരുന്ന കേസാണെന്ന്. അവരും ഇത് പുറത്ത് വിട്ടില്ല അല്ലേ? അപ്പോൾ അവർ സർക്കാരിന് അവർ നിർദ്ദേശം കൊടുക്കണമായിരുന്നു. ഇതിങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതിലുണ്ട്. ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ചൂഷണം മാത്രമല്ല, ഭക്ഷണകാര്യം മാത്രമല്ല, ലൈംഗികപരമായ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി സർക്കാർ എടുക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും വേണം എന്നൊരു വാക്കുപോലും അവരതിൽ പറഞ്ഞിട്ടില്ല റിപ്പോർട്ടിൽ. അത് മാത്രമല്ല, പല പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഒഴിവാക്കി ചെയ്യുകയും ചെയ്തു. അതെ, എന്നിട്ട് ഈ പേരുകളൊന്നും വിടരുത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഇനി വേറൊരു കാര്യം പറയാം. ഇന്നലെ ഈ പോയ ഞാനൊഴികെ ബാക്കി 3 പേരോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് എന്താണ് ഹേമ കമ്മിറ്റി ചോദിച്ചത്? ഞങ്ങളോട് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ലൈംഗികപരമായ ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? ഇത് മാത്രമാണ് ചോദിക്കുന്നത്. സിനിമയ്ക്കുള്ളിൽ എല്ലാവർക്കും ലൈംഗികപരമായ ചൂഷണം നേരിടേണ്ടി വന്നിട്ടില്ല. ചിലർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് കമ്മിറ്റിയുടെ ചോദ്യങ്ങളും പോയിരിക്കുന്നത്. ഇന്നിവിടെ മീഡിയയുടെ മുമ്പിലും ആ ഒരു വിഷയം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമയ്ക്കുള്ളിൽ അത് മാത്രം പോരാ. ഇന്നലെ അവിടെ വന്ന ഒരുപാട് കുട്ടികൾ പറഞ്ഞ ഭക്ഷണത്തിൽ ഈ വേർതിരിവുണ്ട്. പല തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. അത് ശരിയാണ്. അത് ഓരോരുത്തർ ഇറങ്ങുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ അതിൻ്റെ ഇത് കുറഞ്ഞു വരും. ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ദി ബെസ്റ്റ്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഞാൻ നായിക ശബ്ദം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡബ്ബിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയതുകൊണ്ട് എന്നോട് വന്ന് ചോദിക്കും ഉച്ചയ്ക്ക് എന്താ വേണ്ടത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഫുഡ് പറയാം, അത് മറ്റുള്ളവരോട് ചോദിക്കില്ല. അപ്പം എനിക്കിഷ്ടമുള്ള ഞാൻ എപ്പോഴും മോസ്റ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെജിറ്റേറിയൻ ആയിരിക്കും. ഞാൻ പറയും ചപ്പാത്തി, വെജിറ്റബിൾ കറി, അല്ലെങ്കിൽ തൈര് സാദം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാൻ ഇന്ന് വരെ എനിക്ക് ഇന്നത് വേണം, ഇന്ന ഹോട്ടലിൽ നിന്ന് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ എൻ്റെ ഭയങ്കര വിനയ അതൊന്നുമല്ല. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ച് വളർന്ന ഒരാളാണ്. ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പ് മാറി കിട്ടിയാൽ മതി. ഇന്ന ഹോട്ടലിൽ കിട്ടിയാലേ എൻ്റെ വിശപ്പ് മാറൂ എന്നൊന്നുമില്ല. പക്ഷേ ഈ വേർതിരിവ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ കൂടി ഞങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് ആ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്പെഷ്യൽ ആയിരിക്കും. അതിപ്പോൾ ഞാൻ പറയാത്തത് കൊണ്ട് എനിക്ക് തരാറില്ല ഇത്, കാരണം എനിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട്. പക്ഷെ അവിടെ ഈ കുറച്ചുകൂടി താഴെയുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടാവാറില്ല. കാരണം അവർ പിന്നീട് ഒരിക്കൽ ഡബ്ബിങ്ങിന് വരുന്നവരാണ്. സോ ഇത് എല്ലായിടങ്ങളിലും ഇങ്ങനെ ഒരു ഭക്ഷണ കാര്യത്തിൻ്റെ വേർതിരിവ് ഉണ്ടാവാറുണ്ട്. പിന്നൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം പോലെ തന്നെ ഇതിനകത്ത് ഉള്ള അംഗങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ എങ്ങനെയാണ് ഒരു സംഘടന നൽകുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ ഇതിൻ്റെ വിഷയങ്ങളാണ്. ഇതെല്ലാം സിനിമയെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്ന് നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ അംഗമല്ല. അവിടെ സത്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം ആ തലപ്പത്ത് ഇരിക്കുന്നത് ഒരു സ്ത്രീയും കൂടി ഈക്വലായിട്ട് വേണം. ഒരു പുരുഷൻ പ്രസിഡൻ്റ് ആണെങ്കിൽ സെക്രട്ടറി സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ സെക്രട്ടറി ആണെങ്കിൽ പുരുഷൻ, അങ്ങനെ ആയിരിക്കണം. അത് ഇല്ലാതെ എല്ലാ കാലവും അവിടെ ഭരണസമിതി അംഗങ്ങൾ പലപ്പോഴും സ്ത്രീകളായിരിക്കും. അവരെല്ലാവരും റാൻ മൂളിക്കൊണ്ട് അവിടെ ഇരിക്കുന്നവരും ആയിരിക്കും. അതുകൊണ്ടാണ് നടിയുടെ വിഷയം വന്നപ്പോൾ ഒരു സ്ത്രീ പോലും ആ സംഘടനയിൽ നിന്ന് അവളോടൊപ്പം ഇല്ലാതെ പോയത്. ഇന്ന് അതിൻ്റെ ഭവിഷ്യത്താണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രി. അന്ന് അവളോടൊപ്പം ഒറ്റക്കെട്ടായി ഈ സംഘടന നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ആരോപണങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അങ്ങനെ വളരെ ഗൗരവമുള്ള നിരവധി കാര്യങ്ങൾ ഹേമ കമ്മിറ്റി ചോദിക്കാതിരിക്കുകയും നമ്മൾ സിനിമയ്ക്കുള്ളിലുള്ളവർ തന്നെ അതിനെ ഇതൊന്നും പുറത്തു വരാനൊന്നും പോകുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ ഒരു വളരെ പുച്ഛത്തോടെ കാണുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു നല്ല സൈനാണ്. കാരണം
പലരും പലതും പുറത്ത് വരില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം, അത് കേസ് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ഭയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു തമാശ രൂപത്തിൽ പോലും ലൈംഗിക ചുവയോടുകൂടി ഒരു പെണ്ണിനോട് സംസാരിക്കരുത്, സമീപിക്കരുത്, സംസാരിക്കുകയും ചെയ്യരുത്. ഇപ്പം സ്റ്റുഡിയോയിലൊക്കെ പലപ്പോഴും, ഞാനെപ്പോഴും സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലുള്ള ഈ കുറച്ച് ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ അശ്ലീല ചുവയിളങ്ങിയ തമാശകളൊക്കെ, അപ്പം ഞാനുണ്ടെങ്കിൽ പൊതുവേ അവർ പറയും എൻ്റെ ബൗത്തേ വരുന്നത് ഫെമിനിസ്റ്റ്, മിണ്ടണ്ട എന്ന് പറഞ്ഞ് അപ്പം തന്നെ സൈലൻ്റ് ആവും. ഇത് കേട്ട് ആസ്വദിക്കുന്ന സ്ത്രീകളും ഉണ്ടെന്ന് വെച്ചോളൂ. പുരുഷന്മാർ അത് പറയുമ്പോൾ സ്ത്രീകളും കേട്ടങ്ങ് ആസ്വദിക്കും. ഇത് ഞാൻ എൻ്റെ 10 വയസ്സ് മുതൽ കാണുന്നുണ്ട്. പണ്ട് നമ്മൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആർട്ടിസ്റ്റുകളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഇരുന്ന് ഇത്തരം, അപ്പം അന്ന് എൻ്റെ വല്യമ്മ എന്നെ അവിടുന്ന് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കരുത്, ഇതൊന്നും കേൾക്കരുത്. അന്ന് എനിക്ക് എന്താ അവർ പറയുന്നതെന്ന് പോലും അറിയില്ല. കുറേ കൂടെ മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർ ഇതാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ ആളുകൾക്ക് ഞാൻ ഹീറോയിൻ വോയിസ് ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവർക്ക് ഇത് ഇഷ്ടമല്ല. പിന്നെ ചിലയിടങ്ങളിൽ ഞാൻ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ എന്ന് പറയുമ്പോൾ ഇവർ പിന്നീട് ഭാഗ്യലക്ഷ്മി ചേച്ചി വരുന്നുണ്ട്, ഒന്ന് മിണ്ടണ്ട നിർത്ത്. അപ്പം ഇത് ഇത്തരത്തിൽ നമ്മൾ ആദ്യം മുതലേ ഒരു സ്റ്റെപ്പ് എല്ലാവരും എടുക്കുന്നത് നല്ലതായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, ഏകപക്ഷീയമാണെങ്കിൽ കൂടിയും. പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് ഇപ്പോൾ ഒരു പൊതുസമൂഹം തന്നെ ഒരു ചോദ്യം ഉയർത്തുന്നത്. ഇവർ പറയുന്നത് ശരിയാണോ? ഒരുപക്ഷെ ആദ്യം ഉയർത്തിയേക്ക് വരെയുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ ആൾക്കാർ സംശയത്തോടുകൂടി കാണുന്നത്. ഇത് കറക്റ്റാണോ? ഈ ക്രെഡിബിലിറ്റി ഒരു വലിയ വിഷയമല്ലേ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ? അല്ല, നേരത്തെ തന്നെ ചേച്ചി പറഞ്ഞു, ഈ പറഞ്ഞവർ തന്നെയാണ്, മൊഴി കൊടുത്തവർ തന്നെയാണോ ഈ പറയുന്നത് പോലും അറിയില്ല. അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ഇത് വെറും വാർത്ത മാത്രമാണ്. അല്ലാതെ സിനിമയ്ക്കുള്ളിൽ സിനിമയെ നന്നാക്കുക അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വാർത്തകൾ കൊണ്ടുപോകേണ്ട ഒരു രീതി. ഇപ്പോൾ ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഇത് വരുമ്പോൾ ഏറ്റവും അധികം സമൂഹത്തിന് മുമ്പിൽ പരിഹസിക്കപ്പെടുന്നത് ഈ പറയുന്നവരെ കുറിച്ചാണ്. കാരണം എന്തുകൊണ്ട്? വൈകിയത് കൊണ്ടാണ്, പ്രതികരിക്കാൻ വൈകിയത് കൊണ്ടാണ്. നമ്മൾ ഇപ്പോഴും പറയുന്നു അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ അതിനുള്ള പവർ ഇല്ല. നമ്മൾ എത്ര കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? അന്ന് ഇവർ പ്രതികരിച്ചിരുന്നെങ്കിൽ അവർക്ക് അവസരങ്ങളില്ലാതെ പോകും എന്ന് പറഞ്ഞല്ലോ. ഇപ്പം അവർ പ്രതികരിച്ചല്ലോ, ഇനിയും അവർക്ക് അവസരമില്ലാതെ പോകും. അതിനും ഭേദം അന്ന് സംഭവിച്ചപ്പോൾ തന്നെ പ്രതികരിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അന്നായിരുന്നെങ്കിൽ കുറേ കൂടി നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവുകളും, ഓഫ് കോഴ്സ് ഇന്നിപ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട് അങ്ങനെയല്ല ഭാഗ്യലക്ഷ്മി, കോടതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് തെളിയിക്കേണ്ടത് അക്യൂസ്ഡിൻ്റെ ബാധ്യതയാണ് ഒരാൾക്ക് അങ്ങനെ. പക്ഷെ എന്നാൽ പോലും ഇപ്പം നമ്മുടെ നടിയുടെ വിഷയം തന്നെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും എന്താണ് ഇപ്പോൾ വർഷം എത്രയായി അല്ലേ? 7 വർഷമായി നമ്മൾ ആ കേസും വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒന്നുമായിട്ടില്ല. ട്രയൽ കോർട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനിയും കിടക്കുന്നു 2 കോടതികൾ. അപ്പം ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഒന്നടങ്കം, ഇന്നലെ ഞങ്ങളുടെ സ്ത്രീകളുടെ മീറ്റിങ്ങിൽ പല സ്ത്രീകളും പറഞ്ഞ ആരോപണം ഇതാണ്. ഇതിപ്പോൾ ഞങ്ങളൊക്കെ നാട്ടുംപുറത്ത് താമസിക്കുന്നവരാണ്. അപ്പം നാട്ടുംപുറങ്ങളിൽ ഉള്ള ആളുകൾ പറയുന്നത്, നിങ്ങളുടെ സിനിമയിൽ അപ്പോൾ എല്ലാ സ്ത്രീകളും ഇങ്ങനെ പോയിട്ടാണോ ചാൻസ് ഉണ്ടാക്കുന്നത്? അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ എല്ലാം ഈ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മാറ്റം വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിന് മുൻകൈ എടുത്തേ പറ്റൂ. അതിനാണല്ലോ നമ്മൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരാൾ ആ ത്യാഗം സഹിക്കാൻ തയ്യാറാവണം. ആ ഒരാൾ കാരണം ഇവിടെ ഉണ്ടാകുന്ന വിപ്ലവകരമായ ഒരു മാറ്റം, അത് നമ്മൾ ആരെങ്കിലും തയ്യാറാവണ്ടേ? അത് ചെയ്യുന്നില്ല. എൻ്റെ സങ്കടം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ സ്ത്രീകൾക്കെതിരാണ് സംസാരിക്കുന്നത്. ഞാൻ സ്ത്രീകൾക്കെതിരെ അല്ല, അത് മനസ്സിലാകാതെ പോകുന്നതാണ്. സ്ത്രീകൾ കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരൂ. നിങ്ങളെ ഇത്തരത്തിൽ ഒരു ലൈംഗിക ചുവയുള്ള രീതിയിലോ അല്ലെങ്കിൽ അത്തരം കാസ്റ്റിംഗ് കൗച്ചോ നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുവെങ്കിൽ എനിക്ക് ഈ സിനിമ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്തു കൊള്ളാം എന്ന്
തീരുമാനിക്കാമല്ലോ. നമുക്ക് കൈയും കാലും എല്ലാ സ്വാധീനവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. സിനിമ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നലെ മീറ്റിങ്ങിലും ഞാൻ സ്ത്രീകളോട് അത് തന്നെയാണ് പറഞ്ഞത്. 1983, 82, 83 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ സിനിമ, ആ ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. മരിച്ച ഒരാളെ ഇനിയിപ്പം നമ്മൾ അപമാനിക്കേണ്ട. ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ആ ആൾ സ്റ്റുഡിയോയിൽ വെച്ച് എന്നോട് അത്തരത്തിൽ സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് വളഞ്ഞ് എന്നെ പിന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ സിനിമ വേണ്ടടോ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അവിടെ ചെന്ന് കയറിയ ഉടനെ ആദ്യം 250 രൂപ അഡ്വാൻസാണ്. അന്നൊക്കെ പേയ്മെൻറ്റ് 1000, 1250 1500 തന്നാൽ 250 രൂപ പ്രൊഡക്ഷൻ മാനേജർക്ക് കൊടുക്കണം കേട്ടോ, കമ്മീഷനായിട്ട് കൊടുക്കണം. അന്ന് അങ്ങനെ ഒരു, ഇപ്പം പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ കയ്യിൽ എൻ്റെ കയ്യിൽ 1250 അല്ല, എൻ്റെ കയ്യിൽ 250 രൂപ അഡ്വാൻസ് ഉണ്ട്. ബാക്കി ഡബ്ബിങ് തീർത്താലേ ബാക്കി പൈസ കിട്ടും. അപ്പോൾ ഈ 250 രൂപ അന്ന് ഈ ബാഗൊന്നും കൊണ്ട് നടക്കുന്നത് ഇതൊന്നും എനിക്കില്ല. അങ്ങനെയൊന്നും പൈസയൊന്നും കണ്ടമാനമൊന്നും വരുന്ന ഒരു കാലമൊന്നുമല്ല. അപ്പം ഞാനിത് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടാണ് ഇത് ഡബ് ചെയ്യുന്നത്. ഇത് ഡബ് ചെയ്യുമ്പോൾ ഒരു ബലാത്സംഗ സീനാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ കിടന്ന് വിട് വിട് എന്നെ വിട് എന്നെ വിട്, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് വിളിക്കുക. ഈ നോട്ട് ചുരുട്ടി ഒരു വഴിയായി വിയർത്ത് നോട്ട് നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡയറക്ടർ ഒരുപാട് ടേക്ക്, വൺ മോർ, കാരണം പുള്ളി പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചില്ല എന്നതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇന്ന് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കുറച്ചും കൂടെ എന്നേക്കാൾ കഴിവുള്ള ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവരെന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്ന് തടഞ്ഞു നിർത്തി. അവിടെ ആകെ പ്രശ്നമായി. അന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിരുന്ന ഒരു വലിയ സംവിധായകനായിരുന്നു. അപ്പോൾ ഈ വളഞ്ഞ സമയത്ത് നീ ഇവിടുന്ന് പോകുമോ, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പോവും, ഞാൻ പുഷ്പം പോലെ പോവും. അന്ന് എനിക്കൊരു 16 വയസ്സേ ഉള്ളൂ. എന്ത് ധൈര്യത്തിൽ ഞാൻ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് മദ്രാസ് നഗരം തന്ന ഒരു ധൈര്യമാണ്. കാരണം മദ്രാസിൽ എന്ത് ജോലി ചെയ്താലും അവിടുത്തെ സമൂഹം മാന്യമായി തന്നെ ആ വ്യക്തിയെ കരുതുള്ളൂ. എന്ത് ജോലി ചെയ്യുന്നവരെ. അന്ന് AVM ശരവണൻ സാറാണ് താഴെ വന്ന് എന്നെ രക്ഷപ്പെടുത്തി കാർ കയറ്റി പോമാ നീ വീട്ടിൽ പോ എന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി വിടുമ്പോൾ ഞാൻ ഈ 250 രൂപ എന്നാണ് നിൻ്റെ അഡ്വാൻസ് എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, നിന്നെ ഈ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കി കാണിച്ചു. വലിയ സ്വാധീനമുള്ള സംവിധാനമാണ് അദ്ദേഹം. അതെ. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലത്. എനിക്ക് എൻ്റെ അന്നത്തെ ഒരു ചിന്താഗതി എന്താണ്, അന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ത്രീ ശാക്തീകരണം അതൊന്നും ഇല്ല. 16 വയസ്സുകാരിയാണ്, ഒരു 16 വയസ്സ്. ആ മദ്രാസിൽ ഞാൻ ഒറ്റയ്ക്ക്, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടി, വല്യമ്മയുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് എന്ത് സ്വപ്നമാണ് ഉണ്ടാകുക? മാക്സിമം ഒരു കല്യാണം കഴിഞ്ഞു പോകണം, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഈ സംഭവത്തിൽ നിന്നാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കണം. അതിനുശേഷം ഒരാൾ പോലും എന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. ആ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഈ തലമുറ ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നത് അതാണല്ലേ? അതാണ്. ഇവരെല്ലാവരും തന്നെ അവസരം നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ, ഞാൻ മറ്റൊരു ജോലിക്ക് പോയി. ഇന്നലെ ഞാൻ ആ പെൺകുട്ടികളോട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, ഇനി ഞാൻ മലയാള സിനിമയിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്, എന്നെ ഇല്ലാതെയാക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വല്ല വീട്ടുജോലിക്ക് പോവും, പാത്രം കഴുകാൻ പോവും, അല്ലേ? അതാണല്ലോ നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ശമ്പളം വെച്ച് നമ്മൾ ജീവിക്കും. എത്രയോ ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ പവർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് സ്ത്രീകളോട് അത്രേ പറയാനുള്ളൂ. എന്തുകൊണ്ട് നിങ്ങളുടെ പവർ മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ടായിരിക്കാം ചേച്ചി ഒരു സ്ത്രീ വിരുദ്ധയാണ് എന്ന് പറയുന്നത്. അത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതിജീവിതയുടെ വിഷയം പറഞ്ഞു. പക്ഷെ അതിജീവിത ഒറ്റയ്ക്കെടുത്ത ഒരു നിലപാടാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും അതിന് പിന്നെ നടക്കുന്ന വിവാദങ്ങളും ഒക്കെ വളരെ ശക്തമായി ബാധിക്കുമ്പോഴും അന്നത്തെ കാലത്ത്
അവരോടൊപ്പം നിൽക്കാൻ, അപ്പോൾ അമ്മയിലെ ആളുകൾ നിന്നില്ല എന്ന് വെച്ചിപ്പോൾ ആരോപണം ഉന്നയിച്ചു. പക്ഷേ അന്ന് ശക്തമായിട്ട് നിൽക്കാൻ, പ്രതിരോധിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന, മുൻവശത്തുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അവർ പോലും അങ്ങന്നിട്ട് പോലും ഈ WCC നടക്കമുള്ളൊരു സഹകരണം ഉണ്ടായിട്ടില്ല. അതിൽ ഇന്നും പ്രതിഷേധമില്ലേ? എനിക്കതിൽ പ്രതിഷേധമൊന്നുമില്ല. കാരണം ഒരു WCC എന്നെ അംഗീകരിച്ചില്ല എന്നുള്ളത് എനിക്ക് വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല. അത് അംഗീകരിക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത എന്നെ അവർ മാറ്റി നിർത്തി. സോ വാട്ട്? സ്ത്രീകൾക്ക് ഇവിടെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ സാധിക്കണം, അതിനുവേണ്ടി ഒരു സ്ത്രീ കൂട്ടായ്മ ഇവിടെ ഉണ്ടാവണം. അത്രയേ ഉള്ളൂ എൻ്റെ ആവശ്യം. ഇപ്പം ഞാൻ ഒരാൾ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിന് കുറച്ചുകൂടി ശക്തി വരും. പ്രത്യേകിച്ച് സിനിമയിലെ വളരെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്, അതിലുള്ളവരെല്ലാവരും തന്നെ വളരെ വലിയ ആർട്ടിസ്റ്റുകളാണ്, അവർ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അപ്പം നമ്മുടെ മുമ്പിൽ നമ്മളെ നയിക്കാൻ ശക്തനായ ഒരു നേതാവ് ഉണ്ടാകുമ്പോൾ പിന്നിൽ നടക്കുന്ന ഈ അണികൾക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും. എൻ്റെ മുമ്പിൽ ഒരു ശക്തയാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച മാതിരിയല്ല അതിൻ്റെ പ്രവർത്തനം പോയത്. അതുകൊണ്ട് എനിക്ക് ആ കൂട്ടായ്മയിൽ നിരാശയുണ്ട്. WCCക്ക് തെറ്റ് പറ്റില്ലേ? അത് കളക്റ്റീവ് അല്ല, സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ആരോപണം വന്നു. അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് അയാൾ പറയുന്നുണ്ട്. അവർ WCCയിലുള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നും ഇടുന്നില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കുമോ? ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനയെ ഇല്ലാതെയാക്കുക. WCC പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് കുറേ കാലം പറഞ്ഞല്ലോ, അല്ലേ? രേവതി പറഞ്ഞല്ലോ, ഉന്നതർ എന്ന് പറയുന്നല്ലോ, പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് മാക്ട ഇല്ലാതെയായിട്ട് ഫെഫ്ക ഉണ്ടായത്? മമ്മൂട്ടി, മോഹൻലാൽ, അവര് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നിട്ടും അവർ എന്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല?